അപ്പോഴേ നമ്മുടെ മിന്നിയെ കുളിപ്പിക്കാൻ ഞാൻ ബാത്റൂമിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അവള് ആ മെഷീന്റെ കീഴിൽ പോയി ഒളിച്ചിരിക്കുക കുളിക്കാൻ വരാതെ. ഞാൻ വിളിച്ചത് കുളിച്ചില്ല. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കിച്ചന്റെ കണ്ണാ നമുക്ക് കിച്ചന്റെ കണ്ണാ. അയ്യോ നമ്മുടെ മിന്നിയെ കുളിപ്പിക്കാൻ പോയിട്ടോ. എനിക്ക് ഇഷ്ടമല്ല കുളിക്കുന്നത്, ഭയങ്കര കുളിതൊക്കെ. മറ്റവനുണ്ട്, മറ്റവന് ഭയങ്കര ഇഷ്ടം കുളിക്കാൻ. നമുക്ക് ഭയങ്കര മടിയാണ്. കുളിപ്പിച്ച് കഴിയുമ്പോൾ ഇരുന്നോളൂ. വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത താമസവും. ചുറ്റണം അങ്ങനെ കേറല്ലേ. ഇവിടെ മുന്നിൽ കേറാൻ കണ്ട തോറെ കയറാൻ നോക്കുന്നത് കേട്ടോ. തോറെ കയറാൻ നോക്കുന്നത്. ഓ ചുറ്റണ്ടേ കണ്ണ ചുറ്റണ്ടേ. ഇങ്ങനെ അർത്ഥക്കായിട്ട് കിടന്നാൽ മതിയോ കണ്ണ? നമ്മളുടെ ഷാമ്പു ഒന്നും നമുക്ക് നോക്കി വേണം കണ്ണ. നമ്മളുടെ ഷാമ്പു ഇട്ട് നമ്മൾ അതല്ലേ പണി. ഷാമ്പു ഒക്കെ മാറ്റിയിരുന്നോ അക്കൊക്കെ പോയി നല്ല മണം എല്ലാം അമ്മച്ചി എടുത്തിട്ട് നടക്കുന്ന കണ്ണാ കേട്ടോ. ഇതാണ് സൂപ്പർ. കുളിക്കാൻ എടുത്തോണ്ട് വന്നതാ. കുപ്പിച്ചല്ലേ എന്ന് പറയുക കേട്ടോ. എന്താ പറഞ്ഞത്? കുളിക്കണ്ടേ ഇഷ്ടമല്ല ഗൈസ് കുളിക്കുന്നത്. അടിയാൻ തരാം മമ്മി. ഇറങ്ങടി അടിയോ അടി. എന്ത് പറഞ്ഞ കുളിക്കണ്ടേ? കുളിക്കുന്നൊന്നില്ലാവണ്ടേ? ഞാൻ ആടിയാലും കേട്ടോ. കുത്തക്കെടാണ് മുഖത്ത് വെള്ളം ഒഴിക്കുന്നത് കണ്ടാൽ ഈ വേല കാണിക്കുന്നത് മൊത്തം ഇഷ്ടമല്ല. മുഖം കഴിയുന്നത് കണ്ണിലൊക്കെ ഇച്ചിച്ച് അടുപ്പ് എടുത്തോണ്ടങ്ങ് നടക്കണം. കണ്ണിലൊക്കെ ഇച്ചിച്ച് അടുപ്പ് എടുത്തോണ്ട്. അതന്നെ അങ്ങനൊക്കെ ഞാൻ പറഞ്ഞതല്ല. പറഞ്ഞില്ല അവനടിക്കാൻ 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 പൊന്നിന് മണ്ണ് തിന്നണോ. അത് വല്ല ചുണ്ടടി ഇല്ല പമ്പിൽ അവിനെയൊക്കെ കാണിച്ച് അത് തന്നെ അത് മുഖത്ത് അടിയാണ് തരും കേട്ടോ. അല്ലേ എന്റെ എന്റെ വീട്ടിലാണെങ്കിൽ അനങ്ങാറിച്ച് കുളിക്കാൻ. നിനക്ക് പന്തരമായ കുത്തക്കേടാ മിനി നിനക്ക് കേട്ടാ. ഇരുത്തുവാ കുളിക്കണ്ടേ? ആരെങ്കിലും ഇവിടെ വന്ന് കയറിയ കുളിപ്പിക്കാത്ത പെണ്ണിനെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു പറയത്തില്ല ആൾക്കാര്. കുളിപ്പിക്കാത്ത പെണ്ണിനെ എടുത്ത് വെച്ചോണ്ട് വീട്ടിയിരിക്കുന്നത് കണ്ട പൂച്ചയെന്ന് പറയില്ലേ എല്ലാവരും? അമ്മയുടെ പൂച്ച നമ്മുടെ വീട്ടുകുട്ടിക്ക് വൃത്തിയില്ലെന്ന് പറയില്ലേ? ഇനി പെണ്ണിന് ഞങ്ങൾക്ക് എളുപ്പം കുളിപ്പിക്കണം. ഇന്ന് എന്റെ കുഞ്ഞിന് വയ്യടേ. ആ വയ്യെങ്കിൽ ഇത്രയും വേഗം കാണിക്കൂ കേട്ടോ. ഇന്നലെ അഭിനയൊക്കെ ഇന്ന് വീണ്ടും കാണിക്കുന്നുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഞാനൊക്കെ എഴുന്നേറ്റാ നീ എങ്ങനെ കയറും? നീ എങ്ങനെ കയറും? നീ അവിടെ ഇരിക്കാമോ? അമ്മ പിടിക്കാം. അമ്മ കളഞ്ഞിട്ട് പോവൂല കണ്ണ. എന്റെ പൊന്നിനെ കളഞ്ഞിട്ട് പോവൂ അമ്മ. മുഖമൊക്കെ കഴിവല്ലേ കണ്ണ. വെള്ളം ഒഴിക്കണ്ടേ തലയൊക്കെ? നീ ഇപ്പൊ മയങ്ങുന്നല്ല കൂടെ കൂടെ. ചുന്തിരി മുട്ടായി നല്ല മണമുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ പേപ്പർ തേക്കണം, മുടി ഉണക്കണം. വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ എന്തൊരു ചുന്തിരി ആയിരിക്കും. നീ കുട്ടിരി ആയില്ലേ? തോർത്തണം, പിന്നെ മുടി ഉണക്കണം, പിന്നെ കൊണ്ട് കുറേ സംഭവങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ നനഞ്ഞ് എടുത്ത് കേട്ടോ. ഇനി തോർത്തണം. തൊണ്ടയായി അക്കല്ല പോയി. എന്നെ നീ എന്തു അടി ഇന്നെയൊക്കെ കുപ്പിച്ചെന്നത്? ഇന്നലെ അങ്ങോട്ട് തൊപ്പിച്ചല്ലേ ഉള്ള അച്ഛൻ. അങ്ങനല്ലേ പറയുന്നത്? അങ്ങനല്ലേ നീ പറയുന്നത്?
പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇഷ്ടം കേട്ടോ. കുഞ്ഞാവളെ ഇത്രയും സകമായിട്ട് നമ്മളെ മക്കളെ എങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ആരും നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? ഇന്നൊക്കെ ഒരു ടവല് കാണാൻ കൊതിയായിരുന്നു ഞങ്ങളുടെയൊക്കെ കൊച്ചുങ്ങളെ പൊടിയാക്കട കാലത്ത് കേട്ടോ. ഇന്ന് എന്തോ ഒരു സുഖം ഒന്നുണ്ടല്ലേ ഓള് കുളിച്ചിട്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കണേ, എല്ലാവരും കാണട്ടെ നിന്റെ സൗന്ദര്യം. എന്റെ സൗന്ദര്യം കാണട്ടെ, സൗന്ദര്യം. ഇതൊക്കെയാണ് എന്റെ മിനിയുടെ എന്റെയൊക്കെ വിശേഷം. ഇതൊക്കെയുള്ള എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് ഈ മിണ്ടാപ്രാണികളെ പരിപാലിക്കുമ്പോഴാണ്. എല്ലാവർക്കും ഇഷ്ടമാവത്തില്ല, പക്ഷേ എല്ലാ ജീവജാലങ്ങളും ഓരോ ജീവനുള്ളത് തന്നെയാണ് കേട്ടോ. അവർക്ക് കൂടി നമ്മളൊരു പരിഗണനയൊക്കെ കൊടുക്കുവാതെ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിജയത്തിലേക്ക് പോകാനുള്ള പാതയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എല്ലാ ജീവനും നമുക്ക് ഒരുപോലെയാണ്. എല്ലാ ജീവനും നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെതായ വേദന നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ടവൽ എടുക്കാൻ ഭയങ്കര പാടാണ്. ഉണ്ടായിരുന്നില്ലാന്ന് ഇത്രയും കൂടി ടവലൊന്നും നമ്മൾ മേടിച്ച് ഉപയോഗിച്ചിട്ടില്ല. അപ്പം പുള്ളിപ്പിടിക്കുക, കാരണം ഞാൻ വിട്ടുകളഞ്ഞാലോ നമ്മുടെ ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളേ. ആലൊക്കെ ഒന്ന് തുടച്ച് കമ്പിളിപ്പൊക്കെ വാലിൻ്റെ അഴുക്കും വെള്ളമില്ല, അഴുക്കൊന്നുമില്ല, വെള്ളമില്ല. പിന്നെ എന്താ പറയാ, അവർക്കൊന്നുമുണ്ട്. അതൊന്നും ഒന്ന് ഉണക്കി കൊടുക്കും. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് അവളെ ഒന്ന് ഉണക്കി കൊടുക്കാം. മുടി ഉണങ്ങണ്ടേ നമുക്ക്. കുഞ്ഞിൻ്റെ മുടി ഒന്ന് നോക്കി കൊടുക്കണം. ഇവിടെ ഉറങ്ങാൻ പറ്റുന്ന ഇതെൻ്റെ ബാഗാണ്. ഇതൊക്കെ നമുക്ക് മുടി ഒന്ന് ഉണക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ടൊന്ന് എല്ലാം പിടിച്ച് ഉണങ്ങി. ഇഷ്ടമല്ലേ ഉണക്കുന്നത്? ഭയങ്കര കാടാ ഉണങ്ങാൻ. കട്ടിന്റെ കീഴിലൊക്കെ പോയിരിക്കും. അപ്പോഴത്തേക്ക് അന്ന് അടുക്കാം. ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കൊണ്ട് കൊടുക്കും ഞാൻ. നമുക്കിവിടെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. പിന്നെ എനിക്കിത് കൊണ്ടുവന്നപ്പോൾ കൊണ്ട് കൊടുക്കാനൊരു മനസ്സില്ല. അവർക്ക് എന്നോട് നിൽക്കുന്നത് ഇഷ്ടമാണ്. കാറിൻ്റെ ജീവനായല്ലോ. ഇതിൻ്റെ സൗണ്ട് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇല്ലാത്തൊരു സൗണ്ടല്ലേ. ഉണങ്ങുന്നതല്ല, എല്ലാം ഉണങ്ങുന്നത്. അല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് എന്തോ ചെയ്യുന്നറിയാവോ? വെള്ളമെല്ലാം പോയി അവള് മണ്ണാക്കിക്കൊണ്ടുവരും. നമ്മളെ മില്ല മോളെ
കളഞ്ഞോ, കാലൊക്കെ തട്ടിയോളൂ ഊരി കളഞ്ഞ്. കള്ളിക്കിങ്കാടി കള്ളിക്കിങ്കാടി ഇടി കള്ളിക്കിങ്കാടി. ചെയ്യുമ്പോൾ എന്തെന്നറിയോ, അവളെ മുടിയൊക്കെ എളുപ്പം ഉണങ്ങും. എനിക്ക് ഈ വെള്ളത്തോടെ അവള് കാലൊക്കെ കൊണ്ടുവന്ന അവിടെയൊക്കെ ഇട്ടായിരിക്കും. ഇഷ്ടമല്ല ഇതിൻ്റെ സൗണ്ട്, ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എൻ്റെ സൗണ്ട് ഇഷ്ടമല്ല. സൗണ്ട് ഇഷ്ടമല്ല അമ്മച്ചി. എങ്ങനെയൊന്നും ചാച്ചാട് അമ്മച്ചീന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കി ആരാ നോക്കണേന്? ഇന്ന് ആരാ നോക്കണേന്ന് കണ്ടടി നന്നള് ചുച്ചല്ലോ ടാറ്റോളാം ടാറ്റ. നന്നള് ചുച്ചേ നന്നൾ ഉപ്പിടാൻ പോവാ ചേച്ചിമാരെ. നന്നൾ ഉപ്പിടാൻ പോവാ. നന്നൾ ഉപ്പിട്ടിട്ട് വരാം. ഉപ്പ് ഇട്ടിട്ട് വരാം. ടാറ്റ ടാറ്റോട് ടാറ്റ ടാറ്റ.